ഏറ്റവും കൂടുതൽ യു എയിൽ കഷ്ടപ്പെടുന്ന ആരെന്ന് എന്നോട് ചോദിച്ചാൽ ലേബറൊന്നുമല്ല, പല ബിസിനസ്സുകാരുമാണ്. ലേബേഴ്സിന് കിടക്കാൻ നല്ല ഇടമുണ്ട്, കഴിക്കാൻ അത്യാവശ്യം നല്ല ഇപ്പോൾ ക്ലാസിക്കായിട്ട് ഫുഡുണ്ട്, അത്യാവശ്യം നല്ല കിച്ചൺ ഉണ്ട്. നമ്മൾ പല ലേബർ ക്യാമ്പും ഒരു 20 വർഷത്തിന് മുമ്പുള്ള അവസ്ഥ അല്ല ഇന്നത്തെ അവസ്ഥ. ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ലേബേഴ്സിൻ്റെ വേജ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പല ബിസിനസ്സുകാരുടെയും വേജ് ഒന്നും പ്രൊട്ടക്റ്റ് ചെയ്യാറില്ല, പ്രയാസത്തിലാണ്. അവരുടെ ലൈഫ് കളർഫുൾ അല്ല. നമുക്ക് ഇവിടെ നിന്ന് കമ്പനി ക്ലോസ് ചെയ്തിട്ട് ഒരു 2 ദിവസം മാറിയിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അവർക്ക് 30 ദിവസം ഒന്നും അറിയണ്ട. ആനുവൽ ലീവ് ഉണ്ടാവും, ടിക്കറ്റ് ഉണ്ടാവും, എല്ലാ ഫെസിലിറ്റിയും ഉണ്ടാവും. ഇതൊന്നും ഇല്ലാത്തൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഈ കച്ചവടക്കാർ മാത്രമാണ്. 8 to 10 അവേഴ്സിനപ്പുറം ഏത് ലേബറോട് വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഓവർ ടൈം ഉണ്ടാവും. കച്ചവടം തുടങ്ങാൻ തന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനം ഫ്രീഡത്തിന് വേണ്ടിയാണ്. ആദ്യം നഷ്ടപ്പെടുന്നതും ഫ്രീഡമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എടുക്കുന്ന റിസ്കിൻ്റെ പേരാണ് ബിസിനസ്. പല ബിസിനസ്സുകാരും ഇന്നും ഈ ബിസിനസ്സിൽ നിൽക്കുന്നത് ബിസിനസ് നിർത്തിക്കഴിഞ്ഞാൽ മുമ്പോട്ട് ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. തിരിച്ച് ജോലിക്ക് പോകാൻ പറ്റുമോ? ബിസിനസ് ചെയ്ത് ഞാൻ പരാജയപ്പെട്ടു തോറ്റവനാണെന്ന് അറിഞ്ഞാൽ ആ CV നോക്കിയിട്ട് ഒരു HR നമ്മൾ വിളിക്കൂ. വീട്ടുകാരുടെ പ്രഷറുണ്ട്. വൈഫ് പറയും, നിങ്ങൾ നിർത്തിയിട്ട് പൊക്കൂടെ, നിങ്ങൾക്കൊരു ജോലിക്ക് ഒരു ചെറിയ ശമ്പളത്തിനൊരു ജോലി, ഇങ്ങനെ പറയുന്ന ഒരുപാട് വൈഫുണ്ട്. ഇതെല്ലാം അനുഭവിച്ചിട്ട് നമ്മൾ ഇതിൽ നിൽക്കാൻ എന്തോ ഒരു കാരണമില്ലേ? ആ കാരണം നമ്മുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം. ആ ഒരു പർപ്പസ് ഇല്ലേ, ഞാൻ ഈ ബിസിനസ്സിൽ പിടിച്ച് നിൽക്കാൻ ഒരു കാരണമുണ്ട്. അത് പൈസ മാത്രമല്ല, അത് വേറെ എന്തോ ഒരു റീസൺ ഉണ്ട്. ആ റീസണിലേക്കാണ് നമ്മളുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുപോകേണ്ടത്. നമ്മൾ ജീവിക്കുന്നത് പണിയെടുക്കാനാണോ? വർക്ക് ലൈഫ് എന്തിനാണ് ബാലൻസ് ചെയ്യുന്നത്? വർക്കും ലൈഫും രണ്ടും തുല്യ ശക്തിയാണെങ്കിലാണല്ലോ ബാലൻസ് ചെയ്യേണ്ടത്. നമ്മൾ ജീവിക്കുന്നത് പണിയെടുക്കാനാണോ? പണിയെടുക്കാൻ വേണ്ടിയാണോ ജീവിക്കുന്നത്? ഇന്ന് പലരും അങ്ങനെയാണ്. പണിയെടുക്കാൻ വേണ്ടി ജീവിക്കും, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി പണിയെടുക്കും. ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ചിലരുണ്ട്. അത് വാച്ചിൽ നോക്കി പണിയെടുക്കും. കാര്യം 5 മണിക്ക് ശേഷം എനിക്ക് ജീവിക്കണമല്ലോ. അത്ര നേരം ജീവിതമല്ല. ഇത് 5 മണി കഴിഞ്ഞിട്ട് എനിക്ക് വർക്ക് കഴിഞ്ഞിട്ട് ഒരു ലൈഫുണ്ട്. ആ ലൈഫിലാണ് എനിക്ക് ജീവിക്കേണ്ടത്. അപ്പോൾ അതുവരെ ഞാൻ എന്ത് ചെയ്യും? യന്ത്രമായിട്ട് നിന്ന് എന്തെങ്കിലുമൊക്കെ അവിടെ പണിയെടുക്കും, എന്നിട്ട് പോയി ജീവിക്കും. അങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം? 10 മണിക്കൂർ ഒരു ദിവസം നമ്മൾ പണിയെടുക്കും, 8 മണിക്കൂർ ഉറങ്ങും, 4 മണിക്കൂർ സർവൈവൽ, പിന്നെ ഒരു 1-2 മണിക്കൂറാണ് നമ്മൾ കൂടെ ഉള്ള സ്നേഹമുള്ള നമ്മുടെ ഭാര്യ, ഉമ്മ, ഉപ്പയുടെ കൂടെയൊക്കെ ചിലവഴിക്കുന്നത്. 2 മണിക്കൂറും 10 മണിക്കൂർ നമ്മൾ കൊളീഗ്സിൻ്റെ കൂടെ, നമ്മുടെ സപ്ലയർ, കസ്റ്റമേഴ്സിൻ്റെ കൂടെ. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ മെജോറിറ്റി ഭാഗവും നമ്മൾ നമ്മുടെ കൊളീഗ്സിൻ്റെ കൂടെയും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കൂടെയും അല്ലെങ്കിൽ നമ്മുടെ സപ്ലയേഴ്സിൻ്റെ കൂടെയാണ്. അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ 2 മണിക്കൂറുള്ള നമ്മുടെ ഫാമിലിയുടെ അടുത്തും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വീട്ടിലൊരാളും റോഡിലൊരാളും ആവാൻ പറ്റില്ല. ഓഫീസിലൊരാളും ബെഡ്റൂമിലൊരാളും ആകാൻ പറ്റില്ല. വർക്ക് ലൈഫ് ബാലൻസ് അല്ല നമുക്ക് വേണ്ട. വർക്ക് ലൈഫ് ഇൻ്റഗ്രേഷനാണ്. വർക്കും ലൈഫും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നമുക്കൊരു മീറ്റിംഗ്, അത് ഒരു ടയറിങ് മീറ്റിംഗ്, ലോങ് മീറ്റിംഗ്, അല്ലെങ്കിൽ ലോങ് ബിസിനസ് അവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ വന്നാൽ നമുക്ക് ഹാളിൽ ഇരിക്കുന്നത് പോലും ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ മൊബൈലും എടുത്ത് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങും. അതിന് ടയർഡാണ്. വലിയ വലിയ യുദ്ധങ്ങളൊക്കെ ചെയ്തിട്ട്, വലിയ വലിയ മീറ്റിങ്സ് ഒക്കെ കഴിഞ്ഞിട്ട് പ്രവാചകൻ തിരിച്ച് വീട്ടിൽ വന്നാൽ നേരെ അടുക്കളയിൽ പോയി ആയിഷ ഉമ്മയുടെ കൂടെ കിച്ചണിൽ സപ്പോർട്ട് ചെയ്യും, പാത്രം കഴുകി കൊടുക്കും, ഫുഡുണ്ടാക്കും. വലിയ മീറ്റിങ്സ് ഒക്കെ കഴിഞ്ഞിട്ട് പ്രവാചകൻ വന്ന് ഭാര്യമാരുമൊത്ത് മദീനയുടെ തെരുവുകളിൽ പോയി നടന്ന് കളിക്കുമെന്ന് പറയും. കുട്ടികളെ പോലെ കളിക്കുമായിരുന്നു. വർക്ക് ചെയ്യണ്ട. നമുക്കൊരു സെയിൽസ് മീറ്റിംഗ് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചുപോയി, ഡെഡാവും. നമുക്ക് എനർജി ഉണ്ടാവില്ല. നമ്മൾ വീട്ടിൽ സമയം സ്പെൻഡ് ചെയ്യില്ല. പ്രോഫറ്റിക് ആയിട്ടുള്ള ഒരു ആംഗിളിൽ നോക്കിയാൽ പ്രോഫിറ്റ് വാസ് ഗുഡ് അറ്റ് കിച്ചൺ, ഹി വാസ് ഗുഡ് അറ്റ് ഹോം, ഹി വാസ് ഗുഡ് അറ്റ് വാർഫീൽഡ്, he was good at meetings, he was good at business. എല്ലായിടത്തും he was actually having values. എല്ലായിടത്തും ഒരേപോലെ പെർഫോം ചെയ്യാൻ പറ്റണം. പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്ന വീട്ടിലാണ്, മക്കളെ മുന്നിലേക്കാണ് തോറ്റുപോകുന്നത്. നമ്മുടെ മക്കളെ മുന്നിലും നമ്മുടെ ഭാര്യയുടെയും നമ്മുടെ കുടുംബത്തും ഉമ്മാടെ ഉപ്പാടെയൊക്കെ മുന്നിൽ തോറ്റിട്ട് നമുക്ക് പുറത്ത് വന്ന് മാർക്കറ്റിൽ ജയിക്കാൻ പറ്റില്ല.